ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബം, തിരുക്കുടുംബം വിചിന്തനം നമുക്ക് തുടരാം. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം നമ്മളെല്ലാവരും ഇഷ്ടം പോലെ കേട്ടിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമായ ഒരു കാര്യമാണ്. പ്രാർത്ഥിക്കുന്ന കുടുംബം നിലനിൽക്കും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2685 ഈ പാരഗ്രാഫിൽ നാം പഠിക്കുന്നൊരു കാര്യമുണ്ട്. പ്രാർത്ഥനയിൽ പരിശീലനം നേടാനുള്ള ആദ്യത്തെ വേദിയാണ് കുടുംബം. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പഠിക്കേണ്ടത് കുടുംബത്തിലാണ്. പ്രാർത്ഥന ഏറ്റവും കൂടുതൽ നടക്കേണ്ടത് കുടുംബത്തിലാണ് എന്ന യാഥാർത്ഥ്യം സഭ നമ്മെ പഠിപ്പിക്കുകയാണ്. കുടുംബത്തിൻ്റെ സുസ്ഥിതിക്ക് ആവശ്യമായ 3 തരം പ്രാർത്ഥനകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ആദ്യത്തേത് വ്യക്തിപരമായ പ്രാർത്ഥന. അതിന് യേശു തന്നെ വലിയൊരു മാതൃകയാണ്. ലൂക്കായുടെ സുവിശേഷം 21:37 വചനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് പകൽ മുഴുവൻ ആലയത്തിൽ ശുശ്രൂഷ ചെയ്ത, പ്രസംഗിച്ച, അധ്വാനിച്ച യേശു ആ സമയം കൊണ്ട് വളരെ ക്ഷീണിതനായി കാണണം. പക്ഷെ നമ്മൾ കാണുകയാണ് അതേ തുടർന്ന് രാത്രികാലം ഒലിവുമല കയറി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. എത്ര ജോലിത്തിരക്കുണ്ടായിട്ടും പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയ, വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ച ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 22-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ വായിക്കുമ്പോൾ ഗെത്സെമനിയിൽ പ്രാർത്ഥിക്കുന്ന യേശു വലിയ സഹനത്തിലൂടെ, പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോൾ പ്രാർത്ഥിക്കാൻ മുമ്പോട്ട് വന്നു. പ്രാർത്ഥനയിൽ മുഴുകി. അതാണ് അവന് ശക്തി പകർന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ യേശുവിൻ്റെ പ്രാർത്ഥനയുടെ ചുവട് പിടിച്ചാണ് ക്രിസ്ത്യാനികളായ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകേണ്ടത്. വ്യക്തിപരമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നാം പണിതുയർത്തണം. രണ്ടാമത്തെ കാര്യമാണ് കുടുംബ പ്രാർത്ഥന. കുടുംബവുമായി നമ്മൾ വിചിന്തനം നടത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കുടുംബം പ്രാർത്ഥിക്കുന്ന കുടുംബമായി മാറണം. കുടുംബം പ്രാർത്ഥനയുടെ ഒരു വിളനിലമായി മാറണം. മത്തായി 18:19 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നടത്തിത്തരും. പറയുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ 2 പേര് യോജിച്ച് ചോദിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ അവരുടെ ഏത് ആവശ്യത്തിലേക്കും ദൈവം കടന്നു വരും, അവരെ സഹായിക്കും. ഇനി 2 ഇല്ലെങ്കിൽ പോലും ഒരൊറ്റയാള് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചാൽ രണ്ടാമത്തെ ആള് അധികം താമസിയാതെ അവർക്ക് കിട്ടും. അവർക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ കുടുംബാംഗങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ പ്രകടമാകും. ആദിമ ക്രൈസ്തവ സമൂഹം ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരുന്ന ഭവനത്തിൻ്റെ അടിത്തറ കുലുങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ സാന്നിധ്യം അവിടെ വെളിപ്പെടുത്തി. ഇതുപോലെ ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മൾ നടത്തുന്നെങ്കിൽ ദൈവ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ ഇറങ്ങി വരും. നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രാർത്ഥനയുടെ ചില നേട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒന്നാമത്തെ കാര്യം, പ്രലോഭനത്തെ ചെറുക്കാൻ ഏറ്റവും നല്ല ആയുധമായിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയാണ്. അപ്പോൾ നമുക്ക് ഒന്നിനു പുറകെ ഒന്നായി പ്രലോഭനങ്ങൾ വരുന്ന അവസ്ഥയുണ്ടെങ്കിലും പ്രാർത്ഥിച്ചാണ് അതിനെ അതിജീവിക്കേണ്ടത്. രണ്ടാമത്തേത്, രോഗം സുഖപ്പെടുത്തുന്ന ഏറ്റവും നല്ല ഔഷധം പ്രാർത്ഥനയാണ്. രോഗാവസ്ഥയിൽ ഉദാസീനരാകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പ്രഭാഷകൻ 38:9 വചനം. അതോടൊപ്പം മറ്റൊരാൾക്ക് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനമായിട്ട് പ്രാർത്ഥനയെ നമുക്ക് കാണാൻ പറ്റും. പറയുണ്ട് ഈ വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ കാര്യമാണ് സഭായോഗം. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, സഭായോഗം നിങ്ങൾ ഒഴിവാക്കരുത്. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 25-ാമത്തെ വചനമാണ് ഈ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത്. സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയിൽ പോക്ക്, ബലിയർപ്പണം, അതുപോലെ തന്നെ
കൂട്ടായ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അവ ഒഴിവാക്കരുത് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സഭ നമ്മെ പഠിപ്പിക്കുന്നു. പോളാറാമൻ മാർപ്പാപ്പ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. പോളാറാമൻ മാർപ്പാപ്പ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, വിശുദ്ധ കുർബാന ഇടവകയുടെ നെഞ്ചിടിപ്പാണ്. വിശുദ്ധ കുർബാന പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയാണ്, ആരാധനകളുടെ ആരാധനയാണ് വിശുദ്ധ കുർബാന. പറയുന്നുണ്ട്, ഈ സഭായോഗത്തിൽ പങ്കെടുത്ത് സഭയുടെ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ അത് നമ്മെ വലിയ ദൈവാനുഗ്രഹത്തിലേക്ക് നയിക്കും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് കുടുംബ പ്രതിഷ്ഠയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. മക്കളെ പ്രതി വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് നമ്മളൊരു പൊതു നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളും യേശുവിൻ്റെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നമുക്കിപ്പോൾ കുടുംബ പ്രതിഷ്ഠയിൽ പങ്കുചേരാം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും മേലിൽ പാപം ചെയ്യാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബത്തെ തിരുക്കുടുംബത്തിൻ്റെ സാദൃശ്യത്തിൽ രൂപപ്പെടുത്തണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയവും മാറി യൗസേപ്പ് പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിനി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകമാസകലമുള്ള എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ പരിപാലിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.